നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കിളിയൂർ ജോസിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് പിന്നിൽ ബ്ലാക്ക് മാജിക് ആണെന്ന് സംശയമുയർന്നിരുന്നു. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ പുറത്തുവരികയാണ്. പ്രദീപ് പ്രജിൻ യൂട്യൂബിൽ ഏറ്റവും അധികം കണ്ടത് മാർക്കോസ് സിനിമയിലെ ആണായി പിറന്നോന്റെ ദൈവം പാതി സാത്താനെ എന്ന ഗാനമാണ്. വീട്ടിൽ സാമ്പത്തിക വിഷയങ്ങളിൽ തർക്കം നടന്നിരുന്നുവെന്നും പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. മെഡിക്കൽ പഠനത്തിനായി പ്രജിനെ അയച്ചതിലടക്കം കുടുംബത്തിന് സാമ്പത്തിക ബാധ്യതയുണ്ടായിരുന്നു. ജോസിന്റെ കൊലപാതകത്തിന് മുൻപ് സിനിമ ചെയ്യാനായി പ്രജിൻ കോടികൾ ആവശ്യപ്പെട്ടിരുന്നു. സാമ്പത്തിക വിഷയങ്ങളിൽ നിരന്തരം തർക്കം നടന്നുവെങ്കിലും ഭർത്താവിനെ കൊലപ്പെടുത്തുമെന്ന് ഒരിക്കലും കരുതിയിരുന്നില്ലെന്നാണ് സുഷമ പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. കുടുംബം ഉയർത്തിയ ആരോപണങ്ങളിൽ വിശദ പരിശോധന അന്വേഷണ സംഘം തുടരുകയാണ്. ജോസിനെ കൊല്ലുന്നതിന് മുമ്പ് പ്രജിൻ സ്വന്തം ശരീരത്തിലെ മുഴുവൻ രോമങ്ങളും നീക്കം ചെയ്തിരുന്നുവെന്ന് അന്വേഷണ സംഘം വ്യക്തമാക്കി. പ്രജിന്റെ മുറിയിലെ ബാത്റൂമിനുള്ളിൽ രോമങ്ങൾ കൂട്ടിയിട്ട നിലയിൽ കണ്ടെത്തുകയായിരുന്നു. കഴിഞ്ഞ 7 വർഷത്തിലധികമായി തങ്ങൾ പ്രജിനെ ഭയന്നാണ് ജീവിച്ചിരുന്നതെന്ന് അമ്മ സുഷമ വെളിപ്പെടുത്തിയിരുന്നു. കൊച്ചിയിൽ നിന്നും സിനിമാ പഠനം കഴിഞ്ഞെത്തിയ ശേഷമാണ് പ്രജിനിൽ മാറ്റങ്ങൾ കണ്ടു തുടങ്ങിയത്. മുറിയിൽ നിന്നും ഓം പോലുള്ള ശബ്ദം കേൾക്കുമായിരുന്നുവെന്നും മുറിക്കുള്ളിൽ എന്താണ് നടക്കുന്നതെന്ന് അറിഞ്ഞിരുന്നില്ലെന്നും സുഷമ പറഞ്ഞു. കൊലപാതകത്തിന് ശേഷമാണ് ബ്ലാക്ക് മാജിക് ആണെന്നത് അറിഞ്ഞിരുന്നതെന്നും അവർ പറയുന്നുണ്ട്. ഫെബ്രുവരി 5-ാം തീയതി ബുധനാഴ്ച രാത്രിയായിരുന്നു വീട്ടിലെ സോഫയിൽ ഉറങ്ങിക്കിടന്ന ജോസിന്റെ മകൻ പ്രജിൻ കഴുത്തിന് വെട്ടി കൊലപ്പെടുത്തിയത്. അമ്മ സുഷമയെ സാക്ഷി നിർത്തിയാണ് പ്രജിൻ പിതാവിനെ ആക്രമിച്ചത്. ഭർത്താവിനെ രക്ഷിക്കാൻ കഴിയാതെ ബോധരഹിതയെ സുഷമ നിലത്ത് വീണിരുന്നു. പ്രാണരക്ഷാർത്ഥം അടുക്കള വഴി പുറത്തേക്കോടി രക്ഷപ്പെടാൻ ജോസ് ശ്രമിച്ചെങ്കിലും കഴിഞ്ഞില്ല. 24 വെട്ടുകളാണ് സ്വന്തം മകനിൽ നിന്നും ജോസിന്റെ ശരീരത്തിന് ഏറ്റത്. പിതാവിനെ കഴുത്ത് മുറിച്ച് കൊലപ്പെടുത്തിയ ശേഷം പ്രജിൻ വെള്ളട പോലീസിന് മുന്നിൽ കീഴടങ്ങുകയായിരുന്നു. നിലവിൽ നെയ്യാറ്റിൻകര സ്പെഷ്യൽ സബ് ജയിലിൽ റിമാൻഡിൽ കഴിയുകയാണ് പ്രതി. ജോസ് കൊല്ലപ്പെട്ടപ്പോൾ സഹോദരന്റെ മകൻ നാട്ടിലെത്തിയ ശേഷം സംസ്കാരം നടത്താൻ കുടുംബം തീരുമാനിച്ചിരുന്നു. ഈ സമയം പ്രജിന്റെ മുറിക്കുള്ളിൽ കറുത്ത വസ്ത്രം ധരിച്ച ഒരു വ്യക്തി കയറിയത് പ്രജിലെ സഹോദരി നേരിട്ട് കണ്ടിരുന്നു. പക്ഷേ പ്രജില മറ്റുള്ളവരുടെ ഇക്കാര്യം പറഞ്ഞ് ഇയാളെ തിരിഞ്ഞുവെങ്കിലും അവിടെയെങ്ങും കണ്ടിരുന്നില്ല. വീടിന് തൊട്ടടുത്തുള്ള ഒരു റബ്ബർ തോട്ടത്തിനടുത്തായാണ് ജോസിനെ സംസ്കരിച്ചിരുന്നത്. ഇവിടെയും കറുത്ത വസ്ത്രധാരിയായ മറ്റൊരാൾ എത്തിയതായും മെഴുകുതിരി കത്തിക്കാനെത്തിയ കുട്ടികൾ കണ്ടതായും പറയുന്നുണ്ട്. ഈ വ്യക്തി ആരാണെന്ന് അറിയാൻ കുടുംബം ശ്രമിച്ചെങ്കിലും ജോസ് കൊല്ലപ്പെടുന്നതിന് 2 ദിവസം മുമ്പേ ഇവിടുത്തെ CCTVകളെല്ലാം പ്രവർത്തനരഹിതമാക്കിയിരുന്നു. നിലവിൽ ഇത് ബ്ലാക്ക് മാജിക് ആണോ പുറത്തുനിന്നുള്ള മറ്റാരുടെയെങ്കിലും സ്വാധീനമാണോ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന കാര്യത്തിലേക്ക് സംശയം നിലനിൽക്കുകയാണ്. വിചിത്രമായ കുറിപ്പുകളും പ്രതിമകളും പല വിധത്തിലുള്ള ഉപകരണങ്ങളുമാണ് പ്രജിന്റെ മുറിയിൽ നിന്ന് കണ്ടെടുത്തിട്ടുള്ളത്. I am a super psycho എന്ന് തുടങ്ങുന്ന പല വാചകങ്ങളും ഇയാൾ മുറിയിൽ എഴുതി വെച്ചിരുന്നു. കളിമണ്ണ് നിർമ്മിച്ച് പ്രതിമകളും മറ്റു ചില രൂപങ്ങളും കണ്ടെത്തി. കളിമണ്ണ് കൊണ്ട് പ്രതിമയുണ്ടാക്കി അതിന് തല ഛേദിക്കുന്നത് പ്രജിന്റെ ഒരു സ്വഭാവമായിരുന്നുവെന്നും വിവരമുണ്ട്. വീട്ടുകാരുടെ ഹാർഡ്വെയർ കടയിൽ നിന്ന് ലഭിക്കുന്ന പല വസ്തുക്കളും ഉപയോഗിച്ച് വിവിധതരം ടൂൾസും ഇയാൾ നിർമ്മിച്ചിരുന്നു. പ്രജിന്റെ സ്വഭാവത്തിൽ അടിമുടി ദുരൂഹത ഉള്ളതായും ഇതേക്കുറിച്ച് പോലീസ് വിശദമായി അന്വേഷിക്കണമെന്നുമാണ് ബന്ധുവായ ഷൈൻകുമാർ അഭിപ്രായപ്പെട്ടത്. അവൻ രാത്രി ഇറങ്ങിപ്പോവും, എവിടെ പോവുകയാണെന്ന് ചോദിച്ചാൽ ദേഷ്യപ്പെടും. അവന്റെ ഫോണും കമ്പ്യൂട്ടറും പോലീസ് പരിശോധിക്കണം. ഫോൺ വിളികളെക്കുറിച്ചും വീട്ടുകാർക്ക് അറിയില്ല. ഫോണും കമ്പ്യൂട്ടറും പരിശോധിച്ചാൽ പുറംലോകം അറിയാത്ത പലതും അറിയാൻ കഴിയുമെന്നാണ് അവർ പ്രതികരിച്ചത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.